കിം ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ആയുധങ്ങളെയല്ല, വിവരങ്ങളെയാണ് എന്ന് മാത്രം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും നിഗൂഢവുമായ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ഉത്തര കൊറിയ എന്ന ദേശം സ്ഥിതി ചെയ്യുന്നത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇന്റർനെറ്റോ വിദേശ വാർത്തകളോ സിനിമകളോ എന്തെന്നറിയാതെ ഭരണകൂടത്തിന്റെ അടിമകളായി കഴിയാനാണ് അവിടുത്തെ ജനങ്ങളുടെ വിധി. പരീക്ഷണങ്ങൾ നടത്തുന്ന വമ്പൻ ആണവായുധങ്ങളുടെയും അത്യാധുനിക മിസൈലുകളുടെയും കരുത്തിൽ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ പക്ഷേ ഉള്ളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന മറ്റൊരു വലിയ ശക്തിയുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളോ ദക്ഷിണ കൊറിയയുടെ അത്യാധുനിക സൈന്യമോ അല്ലാതെ കിമ്മിന്റെ ഉറക്കം കെടുത്തുന്നത്, മറിച്ച് തന്റെ രാജ്യത്തെ കരിനിയമങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ജനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുറം ലോകത്തെ വിവരങ്ങളാണ്. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആയുധം. തന്റെ ജനതയെ പൂർണ്ണമായും അന്ധകാരത്തിൽ നിർത്താൻ കിം ജോങ് ഉൻ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ക്രൂരമായ അടിച്ചമർത്തലുകൾ നടത്തുന്നുണ്ട് എങ്കിലും ഉത്തര കൊറിയയിലെ യുവതലമുറ ഇന്ന് മാറ്റത്തിന്റെ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര കാലം കിമ്മിന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാകും? അതിർത്തി കടന്നെത്തുന്ന ഒരു ചെറിയ പെൻഡ്രൈവിലോ മെമ്മറി കാർഡിലോ ഒളിപ്പിച്ചിരിക്കുന്ന വിദേശ സിനിമകളും വാർത്തകളും അവിടുത്തെ യുവാക്കളുടെ ചിന്താഗതിയെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആണവ ബോംബുകളേക്കാൾ വേഗത്തിൽ കിമ്മിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ അടിത്തറ ഇളകാൻ പൗരന്മാരുടെ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ഈ അറിവിനും വിവരങ്ങൾക്കും സാധിക്കുമെന്ന തിരിച്ചറിവാണ് ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതിയെ ഇന്ന് കടുത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തര കൊറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും അടച്ചുപൂട്ടപ്പെട്ടതുമായ രാജ്യമാണല്ലോ ഉത്തര കൊറിയ. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ജനങ്ങൾ പൂർണ്ണമായും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന ഒരു ദേശം. എന്നാൽ ഈ ഇരുമ്പ് മറയ്ക്കുള്ളിലും ഇപ്പോൾ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അമേരിക്കയുടെ മിസൈലുകളോ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയുടെ സൈനിക ശക്തിയോ അല്ല. ഇവർ രണ്ടുപേരുമാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു. മറിച്ച് തന്റെ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്ന പുറം ലോകത്തെ വിവരങ്ങളാണത്രേ. എത്ര നാൾ ഒരു ജനതയെ മുഴുവൻ അന്ധകാരത്തിലിട്ട് തന്റെ അധികാരം കാത്തു സൂക്ഷിക്കാൻ കഴിയും കിമ്മിന് എന്ന് അറിയേണ്ട കാര്യം തന്നെയാണ് അല്ലെ. കിം പറയുന്നതും ചെയ്യുന്നതും ദൈവവാക്യമാക്കി മാറ്റി ഉത്തര കൊറിയയിലെ ജനങ്ങൾക്കിടയിൽ ഭക്തി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുമ്പോൾ തന്നെ പലരും പുറം ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ രാജ്യം ഇരുമ്പറയാണ് എന്നും സ്വാതന്ത്ര്യം മറ്റെവിടെയോ ഉണ്ട് എന്നും തിരിച്ചറിയുന്ന ജനത ഏത് നിമിഷം വേണമെങ്കിലും ഉത്തര കൊറിയയിൽ ഒരു വിപ്ലവം രചിച്ചേക്കാം. അതാണ് കിം ഇപ്പോൾ വല്ലാതെ ഭയക്കുന്ന ഒരു വസ്തുതയും. ഉത്തര കൊറിയൻ ഭരണകൂടം ഇത്ര നാളും ജനങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം തങ്ങളുടേതാണ് എന്നും പുറം ലോകം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് കഴിയുന്നത് എന്നുമാണ്. എന്നാൽ സമീപകാലത്ത് ദക്ഷിണ കൊറിയൻ സിനിമകൾ, അതായത് കെ ഡ്രാമാസ്, അതുപോലെ കെ പോപ്പ്, അതായത് സംഗീതമൊക്കെ, അന്താരാഷ്ട്ര വാർത്തകൾ എന്നിവ അതിർത്തി കടന്ന് ഉത്തര കൊറിയയിലേക്ക് എത്താൻ തുടങ്ങുകയാണ്. USB ഡ്രൈവുകൾ, SD കാർഡുകൾ എന്നിവ വഴി രഹസ്യമായി എത്തുന്ന ഈ വിവരങ്ങൾ കിമ്മിന്റെ ഭരണത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. എത്ര ചെറിയ ആയുധമാണെന്ന് നോക്കൂ. പക്ഷെ ഇതിനെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി വല്ലാതെ ഭയപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിലെ വികസനവും അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കാണുന്ന ഉത്തര കൊറിയയിലെ യുവാക്കൾ തങ്ങളുടെ ഭരണകൂടം പറയുന്ന കള്ളങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അവബോധം ജനങ്ങൾക്കിടയിൽ ഒരു വിപ്ലവത്തിന് കാരണമായേക്കുമെന്ന് കിം ജോങ് ഉൻ വല്ലാതെ ഭയപ്പെടുന്നു. ആ വിപ്ലവത്തെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഉത്തര കൊറിയ ഇപ്പോൾ ഭയപ്പെടുന്നത്. ഉത്തര കൊറിയൻ ഭരണകൂടം തങ്ങളുടെ പൗരന്മാർക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കടുത്ത നിയന്ത്രണങ്ങൾ കേവലം വിനോദോപാധികൾ തടയുന്നതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് കിം കുടുംബത്തിന്റെ 3 തലമുറകളായുള്ള കുത്തക ഭരണം തകരാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ടത്. ദക്ഷിണ കൊറിയൻ സംസ്കാരം രാജ്യത്തേക്ക് കടന്നു കയറിയാൽ അത് ജനങ്ങളുടെ ചിന്താഗതിയെ സ്വാധീനിക്കുകയും ഭരണകൂടം പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ പൊളിയുകയും ചെയ്യുമെന്ന് കിം ജോങ് ഉൻ ഭയപ്പെടുന്നുണ്ട്. ഈ ഭയത്തിന്റെ പ്രതിഫലനമാണ് വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന പ്രതിലോമകരമായ ചിന്താഗതിക്കെതിരെയുള്ള നിയമം. എന്താണ് ഈ നിയമം എന്നല്ലേ? ഈ കരിനിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഉത്തര കൊറിയയിലെ യുവാക്കളാണ്. അതായത് ദക്ഷിണ കൊറിയൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ശൈലി അനുകരിക്കുകയോ അവിടുത്തെ ഫാഷൻ പിന്തുടരുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. എന്ത് നിയമമാണെന്ന് നോക്കൂ അല്ലെ. വിദേശ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും കർശനമായ നിരീക്ഷണത്തിലാണ്. സർക്കാർ അംഗീകരിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമാണ് ഇവയിൽ പ്രവർത്തിക്കുന്നത് പോലും. ഇതുവഴി ഏതൊക്കെ ഫയലുകളാണ് ജനങ്ങൾ കാണുന്നതെന്ന് ഭരണകൂടത്തിന് കൃത്യമായി നിരീക്ഷിക്കാനും സാധിക്കും. ഇതിനു പുറമെ ഇൻബിൻബാൻ എന്ന് വിളിക്കപ്പെടുന്ന അയൽക്കൂട്ട നിരീക്ഷണ സംവിധാനങ്ങളും ഉത്തര കൊറിയയിൽ സജീവമാണ്.
ഓരോ പ്രദേശത്തെയും വീടുകളിൽ ആരാണ് വരുന്നത്, അവർ എന്ത് തരം ജോലികളാണ് ചെയ്യുന്നത് എന്നൊക്കെ പരസ്പരം നിരീക്ഷിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ലോകത്തെ ഈ കടുത്ത സെൻസർഷിപ്പും വീടുകൾ കയറിയുള്ള പരിശോധനകളും ജനങ്ങളെ പൂർണ്ണമായും ഭയത്തിൽ നിർത്താൻ വേണ്ടിയുള്ള കിമ്മിന്റെ തന്ത്രങ്ങളാണ്. എങ്കിലും ജീവൻ പണയം വെച്ചും ചൈനീസ് അതിർത്തി വഴി USB-കളും മെമ്മറി കാർഡുകളുമായി വിദേശ ദൃശ്യങ്ങൾ രാജ്യത്തേക്ക് കടത്തുന്നുണ്ട് എന്നത് അവിടെ വലിയൊരു സത്യമാണ്. അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും കാര്യമായിട്ട് ഇത് മുന്നേറുന്നു. എന്തായാലും ഉത്തര കൊറിയൻ സമൂഹത്തിൽ ഇന്ന് നിശബ്ദമായ ഒരു വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് അവിടുത്തെ പുതിയ തലമുറയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ജെൻസികൾ തന്നെ. ജാങ് മദാങ് ജനറേഷൻ അഥവാ കരിഞ്ചന്തകളുടെ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യുവാക്കൾ ഉത്തര കൊറിയയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം ഭരണകൂടത്തിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണിപ്പോൾ. 90കളുടെ മധ്യത്തിൽ ഉത്തര കൊറിയയെ പിടിച്ചുലച്ച കടുത്ത പട്ടിണി മരണങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും ശേഷമാണ് ഈ തലമുറ വളർന്നു വരുന്നത്. ഭരണകൂടത്തിന്റെ റേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട ആ കാലഘട്ടത്തിൽ ജീവൻ നിലനിർത്താനായി ജനങ്ങൾ തന്നെ രൂപം കൊടുത്ത പ്രാദേശിക കരിഞ്ചന്തകളെയാണ് ജാങ് മദാങ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ ഈ കരിഞ്ചന്തകളിലെ കച്ചവടത്തെയും സ്വകാര്യ വരുമാനത്തെയും ആശ്രയിച്ച് വളരേണ്ടി വന്നവരാണ് ഈ പുതിയ തലമുറ. ഭരണകൂടമാണ് തങ്ങൾക്ക് ആഹാരവും വസ്ത്രവും നൽകി സംരക്ഷിക്കുന്നത് എന്ന പഴയ തലമുറയുടെ അന്ധമായ വിശ്വാസമോ വിധേയത്വമോ ഈ യുവാക്കൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ അതിജീവനത്തിന് പിന്നിൽ കിം കുടുംബത്തിന്റെ കാരുണ്യമല്ല, മറിച്ച് സ്വന്തം അധ്വാനമാണ് എന്ന ബോധ്യം അവർക്കിപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകൂടം നൽകുന്ന വ്യാജ പ്രചാരണങ്ങളെയും ആശയങ്ങളെയും മുൻ തലമുറയെ പോലെ കണ്ണടച്ച് വിശ്വസിക്കാൻ അവർ തയ്യാറുമല്ല. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അവരിൽ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു മാനസിക സ്വാതന്ത്ര്യം കൂടിയാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിലും വിവരങ്ങൾ രഹസ്യമായി കൈമാറുന്നതിലും ഈ തലമുറ അതീവ മിടുക്കരുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കരിഞ്ചന്ത വഴി എത്തുന്ന ചൈനീസ് മൊബൈൽ ഫോണുകൾ, USB ഡ്രൈവുകൾ, മൈക്രോ SD കാർഡുകൾ എന്നിവ ഇവർക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പോൾ. ഭരണകൂടത്തിന്റെ കണ്ണ് വെട്ടിച്ച് അന്താരാഷ്ട്ര റേഡിയോ തരംഗങ്ങൾ പിടിച്ചെടുക്കാനും കമ്പ്യൂട്ടറുകളിലെയും ഫോണുകളിലെയും സെൻസർഷിപ്പ് സോഫ്റ്റ്വെയറുകളെ മറികടന്ന് ദക്ഷിണ കൊറിയൻ സിനിമകളും ലോക വാർത്തകളും കാണാനും ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട്. ഇവരുടെ കഴിവില്ലാതാക്കാൻ പല ശ്രമങ്ങളും അവിടെ പാരലായിട്ട് നടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. വിവരങ്ങൾ വെറും ഒരു വിനോദമായിട്ടല്ല, മറിച്ച് പുറം ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു ജാലകമായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. ആ സത്യമാണ് അവർ തിരിച്ചറിയുന്നത്. ഉത്തര കൊറിയയിൽ ഇന്ന് നിലനിൽക്കുന്ന വസ്ത്രധാരണ രീതികൾക്കും സംസാര ശൈലികൾക്കുമെതിരെ ഈ യുവാക്കൾക്കിടയിൽ വലിയൊരു മാറ്റവും ദൃശ്യമാണ്. ദക്ഷിണ കൊറിയൻ ഡ്രസ്സുകളും ഹെയർ സ്റ്റൈലുകളും അനുകരിക്കാനും അവിടുത്തെ ഭാഷാ പ്രയോഗങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും ഇവർ താല്പര്യവും കാണിക്കുന്നു. ഇതൊക്കെയാണ് കിമ്മിനെ അസ്വസ്ഥമാക്കുന്നത്. ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ള കർശനമായ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയിൽ നിന്നുള്ള വ്യതിചലനം കിം ജോങ് ഉന്നിനെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഒരു ജനതയുടെ ചിന്താഗതിയിലും സംസ്കാരത്തിലും ഉണ്ടാകുന്ന മാറ്റം അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും മാറ്റുമെന്ന കാര്യം കിമ്മിന് കൃത്യമായിട്ട് അറിയാം. കിം ജോങ് ഉന്നിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ അറിവില്ലായ്മയും അവർ അനുഭവിക്കുന്ന ഭയവുമാണ്. എന്നാൽ ജാങ്താങ് തലമുറ വിവരങ്ങളിലൂടെ ആ അറിവില്ലായ്മയും തങ്ങളുടെ കൂട്ടായ്മയിലൂടെ ആ ഭയത്തെയും സാവധാനം ഇല്ലാതാക്കുന്നു. ഈ യുവാക്കളുടെ എണ്ണവും സ്വാധീനവും വർദ്ധിക്കുന്നത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ ആന്തരികമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യവും വ്യക്തമാണ്. ഈ യുവാക്കളുടെ എണ്ണവും സ്വാധീനവും വർദ്ധിക്കുന്നത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ ആന്തരികമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യവും കിമ്മിന് വ്യക്തമാണ്. തോക്കുകളും മിസൈലുകളും കൊണ്ട് ശത്രു രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ കിമ്മിന് കഴിഞ്ഞേക്കാം. എന്നാൽ സ്വന്തം രാജ്യത്തെ യുവാക്കളുടെ മനസ്സിൽ വളരുന്ന ഈ മാറ്റത്തിന്റെ ചിന്തകളെ തടഞ്ഞു നിർത്താൻ നിലവിലുള്ള ഒരു ആയുധത്തിനും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്നത് ജനങ്ങളെ അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ലോകത്ത് മറ്റെവിടെയും നടക്കാത്ത കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കണം. എന്നാൽ ഇന്റർനെറ്റും ഡിജിറ്റൽ യുഗവും ഈ അടച്ചുപൂട്ടൽ അസാധ്യമാക്കുകയാണ്. വിവരങ്ങൾ എന്ന സുതാര്യമായ ആയുധത്തിന് മുന്നിൽ മിസൈലുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കിം ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. വിദേശത്തെ വിവരങ്ങൾ ജനങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്നത് രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴി തെളിയിക്കുമെന്ന് കിം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അത്യാധുനിക ആയുധങ്ങളും സൈനിക പരേഡുകളും നടത്തി ലോകത്തെ വെല്ലുവിളിക്കുമ്പോഴും വിറപ്പിക്കുമ്പോഴും തന്റെ ജനതയുടെ കൈവശമെത്തുന്ന ഒരു ചെറിയ പെൻഡ്രൈവിൽ പോലും കിം ജോങ് ഉൻ തന്റെ പതനം കാണുകയാണ്. വിവരങ്ങൾ തടയുക എന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളെ തടയുക എന്നതാണ് എന്ന് ഉത്തര കൊറിയയിലെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇനി ഉത്തര കൊറിയയിൽ സംഭവിക്കുക എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.